Dear students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് തേർഡ് മൊഡ്യൂളിലോട്ടാണ് ഇന്ന് മൂവ് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ സോ നമുക്ക് ഓരോ പൊല്യൂഷനെ കുറിച്ചും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. So first we will be discussing about the environment. What do you mean by environment? എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് എയർ, വാട്ടർ, ലാൻഡ്. അതുപോലെ തന്നെ ഈ റിസോഴ്സസ് തമ്മിലുള്ള ഒരു ഇൻ്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർ റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് എമംഗ് ദീസ് റിസോഴ്സസ് ആസ് വെൽ ആസ് വിത്ത് ദ ഹ്യൂമൻ ബീയിങ്സ്. ഈ ഓരോ റിസോഴ്സസ് വാട്ടർ, എയർ, ലാൻഡ് പോലെയുള്ള റിസോഴ്സസും ഹ്യൂമൻ ബീയിങ്സും അതേപോലെ മറ്റുള്ള ലിവിങ് ക്രിയേച്ചേഴ്സും പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഇസ് കോൾഡ് ആസ് എൻവയോൺമെൻറ്റ്. ദെൻ വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻറ്റ്? എന്തിനാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻറ്റ് എന്ന് പറയുന്നത്? ഇനി സോളിഡ്, ലിക്വിഡ് ആർ ഗേഷ്യസ് സബ്സ്റ്റൻസ്, നമ്മുടെ നേച്ചറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോമിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും. അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. അതെന്തുണ്ടാക്കും? ഇറ്റ് വിൽ ബി ഇഞ്ചൂറിയസ് ടു ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിന് ഇഞ്ചൂറിയസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻറ്റ് എന്ന് പറയുന്നത്. Then what is the definition of environmental pollution? എന്തിനായിരിക്കും environmental pollution എന്ന് പറയുന്നത്? environmental pollutants-ന്റെ presence ഉണ്ടെങ്കിൽ it is called as environmental pollution. അല്ലെങ്കിൽ എന്ത് പറയാം, ഓരോ എൻവയോൺമെൻറ്റിലും കുറേ സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കും, ഇൻഡെഫിനിറ്റ് കമ്പോസിഷൻ. ആ എൻവയോൺമെൻറ്റിലോട്ട് ഒരു ഫോറിൻ ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ദോസ് സബ്സ്റ്റൻസസ് വിൽ ബി ലൂസിങ് ദെയർ ഒറിജിനൽ ക്യാരക്ടർ ആൻഡ് ക്വാളിറ്റീസ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഒരുപാട് സബ്സ്റ്റൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു സർട്ടൻ കമ്പോസിഷനോടുകൂടി കുറേ സബ്സ്റ്റൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിന് അതിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ ആസ് വെൽ ആസ് ക്വാളിറ്റി ലൂസ് ചെയ്യുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. Then we have to discuss different types of pollution. എന്തൊക്കെ ടൈപ്സ് ഓഫ് പൊല്യൂഷനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഓയിൽ പൊല്യൂഷൻ, മെറൈൻ പൊല്യൂഷൻ, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് പൊല്യൂഷനെ കുറിച്ച് നമുക്ക് ഈ പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് we can move on to the air pollution. എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, എയറിൻ്റെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ, കെമിക്കൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും എയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എയർ പൊല്യൂഷൻ. ഓക്കെ, നമുക്ക് എയറിന് അതിൻ്റേതായിട്ടുള്ള ഫിസിക്കൽ, കെമിക്കൽ ആസ് വെൽ ആസ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിലെന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് എയർ പൊല്യൂഷൻ. എങ്ങനെയാണ് നമുക്ക് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? It is due to the increase in the content of harmful substances in air. എയറിൽ ഒരുപാട് ഹാംഫുൾ സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ടൈമിലാണ് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. സോ ഹാംഫുൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ഇറ്റ് ക്യാൻ ബി ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫർ എക്സെട്ര. ഇതിൻ്റെയൊക്കെ ഓക്സൈഡ്സിനെ നമുക്ക് എന്ത് പറയാം? എയറിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസ് ആണെന്ന് പറയാം. ദെൻ എങ്ങനെയൊക്കെ എയർ പൊല്യൂഷൻ ഉണ്ടാവാം? ഗ്യാസസിൻ്റെ മീൻസ് എന്താ, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ലെവൽസിൽ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റ് ആയിട്ടുള്ള സോളിഡ് കണ്ടൻറ്റിൽ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ലിക്വിഡ് കണ്ടൻറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് അതെന്തൊക്കെയാണ്? ഇറ്റ് വിൽ ബി ഹാർമിങ് ഹ്യൂമൻസ് ഓർ അതർ ഓർഗാനിസംസ് ഓർ മെറ്റീരിയൽസ്. എയർ പൊല്യൂഷൻ കാരണം ഹ്യൂമൻസ് എഫക്റ്റഡ് ആവാം, അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസ് എഫക്റ്റഡ് ആവാം, ഈവൻ മെറ്റീരിയൽസ് പോലും എഫക്റ്റഡ് ആവാം. ദെൻ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത് വോൾക്കാനോസ് ഒരു നാച്ചുറൽ കോസാണ്. കാരണം എന്താണ്? ഡ്യൂ ടു വോൾക്കാനിക് ഇറപ്ഷൻ എന്തൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്? വോൾക്കാനിക് ഇറപ്ഷൻസിന് ആഷസ്, ചാരം, അതുപോലെ തന്നെ ഡസ്റ്റ്, പൊടി, സൾഫർ, അതുപോലെ മറ്റുള്ള ഗ്യാസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ഓൾ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എയർ പൊല്യൂഷൻ. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഫയേഴ്സ് എന്താണ്? നാച്ചുറലി ലൈറ്റ്നിങ് വഴി, ഇടിമിന്നൽ വഴിയെല്ലാം ഉണ്ടാവാം. So due to this also it will be creating air pollution.
അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എയർ പൊല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ. ഓക്കെ, നമുക്ക് മേജർ ആയിട്ടുള്ള കോസസിനെ കുറിച്ച് ഇനി ഡിസ്കസ് ചെയ്യാം. മേജർ ആയിട്ട് 5 കോസസ് ആണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഇസ് ദ ഇൻഡസ്ട്രീസ്. അല്ലേ, ഇൻഡസ്ട്രി വി ഓൾ നോ അബൌട്ട് ദ ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ദ എമിഷൻസ് ഗിവൺ ബൈ ദ ഇൻഡസ്ട്രീസ്. ഓരോ ഇൻഡസ്ട്രീസും ഒരുപാട് എമിഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാ? ഇറ്റ് വിൽ ബി നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. ഇങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം എയറിലോട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ട് ഓരോ ഇൻഡസ്ട്രീസും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വെൻ ദിസ് റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ, വാട്ട് ഹാപ്പൻസ്? ഇത് എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇറ്റ് വിൽ ബി ഫോമിംഗ് ബ്ലാങ്കറ്റ് ഓവർ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ലോട്ട് ഓഫ് ഇഫക്ട്സ് ഓൺ അറ്റ്മോസ്ഫിയർ, ഹ്യൂമൻ ബീങ്സ് ആസ് വെൽ ആസ് അതർ ഓർഗാനിസംസ്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഇപ്പം ലൈഫ് സ്റ്റോക്ക് പോലെയുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ ഉണ്ട് അല്ലേ. സോ അവരുടെ റിയറിങ്, ലൈഫ് സ്റ്റോക്കിൻ്റെ റിയറിങ്, അതുപോലെ തന്നെ ലാൻഡുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മീത്തേൻ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ മീത്തേൻ എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ക്രിയേറ്റിംഗ് എയർ പൊല്യൂഷൻ. ദെൻ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം അവസാനം എന്താ സംഭവിക്കുന്നുണ്ട്? ഇറ്റ് വിൽ ബി ഫോമിങ് എ ബ്ലാങ്കറ്റ് ഓവർ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അല്ലെ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഗ്ലോബൽ വാർമിംഗ്. ഇഫക്ട്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് വെഹിക്കിൾ എമിഷൻസ്. ഓരോ വെഹിക്കിൾസ് നമ്മൾ ഒരുപാട് ആസ് എ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിങ് ദാൻ ഫോസിൽ ഫ്യൂൽസ്. അല്ലേ, സോ ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെ എന്താണ് ബേണിങ്, ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെ ബേണിങ് കാരണമാണ് ഒരുപാട് എമിഷൻസ് ഉണ്ടാവുന്നത് വെഹിക്കിൾസിന് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിന്. സോ ഇറ്റ് ഇസ് ലീഡിങ് ടു എയർ പൊല്യൂഷൻ. എന്തൊക്കെ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ഒരുപാടുണ്ട് അല്ലേ. ഹെവി ഡ്യൂട്ടി ട്രക്സ്, ഷിപ്പിംഗ് വെഹിക്കിൾസ്, കാർസ്, ട്രെയിൻസ്, ഇങ്ങനെയുള്ള വെഹിക്കിൾസിനൊക്കെ ഒരുപാട് ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുന്നുണ്ട്. സോ അത്രയും എയർ പൊല്യൂഷൻ കൂടുക ചെയ്യുന്നത്. സോ ഏറ്റവും ഒരു മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾ എമിഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടുന്തോറും അല്ലേ, ഓരോ ആൾക്കാരും ഇൻഡിവിജ്വൽസും അവരുടെ ഓൺ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ് വാങ്ങുന്നത്. സോ അത്രയും ഇത് കൂടുകയാണ് അല്ലേ, പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടുകയാണ്. സോ അത് കാരണം എന്താണ്? സോ hence emissions from the vehicles is increasing. ദെൻ നെക്സ്റ്റ് വൺ is household and farming chemicals. ഇപ്പം നമ്മൾ വീടുകളിലുള്ള ക്രോപ്പ് ഡസ്റ്റിംഗ്, പെയിൻറ്റിങ് സപ്ലൈസ്, അങ്ങനെ ഹൗസ് ഹോൾഡ് ക്ലീനിങ് പ്രോഡക്ട്സ് ഇതെന്നെല്ലാം, അതുപോലെ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം എന്താണ്? എയറിലോട്ട് എന്തെന്നോറും ഇറ്റ് ഈസ് ലീഡിങ് ടു പൊല്യൂഷൻ. സോ നമ്മൾ വീടുകൾ ഈവൻ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും അതിൽ റിലീസ് ചെയ്യുന്ന ഗ്യാസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? എയർ പൊല്യൂഷൻ്റെ ഒരു മേജർ കോസ് തന്നെയാണ്. സോ നമ്മൾ വെന്റിലേഷൻ ഇല്ലാതാവുന്ന സമയത്ത്, സോ അല്ലെങ്കിൽ വളരെ കുറവ് വെന്റിലേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ വെന്റിലേഷൻ വളരെ കുറവായിട്ടുള്ള റൂംസിലോ അല്ലെങ്കിൽ ഓഫീസസിലെല്ലാം ഇങ്ങനെ കെമിക്കൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ. സോ അതൊക്കെ എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ക്രോപ്പ് ഡസ്റ്റിംഗ്, പെയിൻറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള എയർ പൊല്യൂട്ടൻസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത്. സോ വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിംഗ് കെമിക്കൽസ് കൂടിയാണ്. ദെൻ അതർ വൺ ഈസ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ നമുക്കറിയാം അല്ലേ, എന്താണ്? ഈ ഫോറസ്റ്റിനെല്ലാം ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ പ്രോസസ്സുകൾ വഴിയാവാം, അല്ലെങ്കിൽ മാൻമെയ്ഡ് കോസസും ആവാം. സോ ഈ ഡിഫോറസ്റ്റേഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? അബണ്ടന്റ് എമൗണ്ട് ഓഫ് ട്രീസ് ആർ റിമൂവ്ഡ് ഫ്രം ദ ഫോറസ്റ്റ്. അപ്പോൾ ഈ ട്രീസ് റിമൂവ് ചെയ്യുന്നതോടുകൂടി ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി മോർ. അല്ലേ, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് കൂടുതലായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ്? ഈ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്.
So as a result of which it will be resulting in what air pollution അത് കാരണമായിരിക്കും. ദെൻ അത് വൺ സ്മോക്കിംഗ് അല്ലേ. സ്മോക്കിംഗ് കാരണം ശരിക്കും ഒരുപാട് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്, സ്മോക്കേഴ്സിൻ്റെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈവൻ പ്രൈമറി സ്മോക്കേഴ്സിന് മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് സ്മോക്കേഴ്സിന് പോലും ഇതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് അല്ലേ. വെൻ വി ആർ ബ്രീത്തിങ് ഇൻ ദ സ്മോക്ക് ഫ്രം ദ സിഗരറ്റ്സ് വി വിൽ ബി ഗെറ്റിംഗ് അതിൻ്റെ എഫക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആസ് എ പാർട്ട് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എയർ പൊല്യൂഷൻ ഓൾസോ. ദെൻ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എയർ പൊല്യൂഷൻ്റെ 5 മേജർ കോസസ് ആണ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കാരണം എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടായിരിക്കുന്നത്? ഓൺ ഹ്യൂമൻ ഹെൽത്ത് ഒരുപാട് ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ആയിട്ടുണ്ടാവുന്നത്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അതിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ അത്രയും എയർ പൊല്യൂട്ടൻസ് ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദ റെസ്പിറേറ്ററി ട്രാക്ട്. അതുപോലെ തന്നെ ഐസ്, നോസ്, ത്രോട്ട് ഇങ്ങനെയുള്ള പാർട്സിനെല്ലാം ഇറിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ലെഡ് പാർട്ടിക്കിൾസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ലെഡ് പോയ്സണിങ് ഉണ്ടായിരിക്കും. സോ മുന്നിലുള്ള പെയിൻസിലെല്ലാം അല്ലേ ലെഡിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. സോ ഇപ്പം അത് ഒരുപാട് ഹാംഫുൾ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ലെഡ് ഫ്രീ ആയിട്ടുള്ള പെയിൻസ് ആണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മുന്നൊക്കെ അങ്ങനെയുള്ള ഇഷ്യൂസ് കാരണം ലെഡ് പോയ്സണിങ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ കാഡ്മിയം പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും? കാർഡിയോ വാസ്കുലർ ഡിസീസസ്, കിഡ്നി, ലിവർ ഡാമേജസ് എല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എയർ പൊല്യൂട്ടൻസ് ആയിട്ട് നിക്കൽ പാർട്ടിക്കിൾസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡാമേജസ് ഉണ്ടായിരിക്കും. ദെൻ പ്രസൻസ് ഓഫ് മെർക്കുറി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, കിഡ്നി ആൻഡ് ബ്രെയിൻ. അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഒക്കെ ആണെങ്കിൽ ഈവൻ അത് ഫ്യൂച്ചർ ജനറേഷൻസിനെ പോലെ എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്, ഇറ്റ് വിൽ ബി കോസിങ് ജെനറ്റിക് പ്രോബ്ലംസ്. ദെൻ എന്താണ് ഇനി എയർ പൊല്യൂഷൻ കാരണം ആനിമൽസിന് ഉണ്ടാകുന്ന ഇഫക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ഇഫക്ട്സ് ആണ് ആനിമൽസിന് ഉണ്ടായിരിക്കുക? ഫീഡിങ് പർട്ടിക്കുലേറ്റ് കോട്ടഡ് പ്ലാന്റ്സ്, ആർസനിക് പോയ്സണിങ് ഉണ്ടായിരിക്കും ആനിമൽസിൽ. എന്തൊക്കെയാണ് ഫീഡിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ. നമ്മൾ പ്ലാന്റ്സിൽ ആർസനിക് കോട്ടിങ് അല്ലെങ്കിൽ ലെഡ്, ഫ്ലൂറിൻ ഇതിൻ്റെയൊക്കെ കോട്ടിംഗ് ആണ് പ്ലാന്റ്സിലുള്ളതെങ്കിൽ ആ കോട്ടിംഗ് ഉള്ള പ്ലാന്റ്സ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസ് അവർക്ക് ആർസനിക് പോയ്സണിങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലെഡ് പോയ്സണിങ് ആണുള്ളത് വെച്ചാൽ ബ്രോങ്കൈറ്റിസ്, അതുപോലെ ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ്, അങ്ങനെയുള്ള പെറ്റ് ആനിമൽസിൽ ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ പ്ലാന്റ്സിൻ്റെ കാര്യം നോക്കുക വെച്ചാൽ നമ്മൾ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈവൻ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. നമ്മൾ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി ആ സോയിലിനുള്ള ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ദെൻ അതുപോലെ തന്നെ ക്ലോറോഫിൽ ഫോർമേഷൻ ഡിസ്ട്രോയ് ചെയ്യും അത്. അപ്പോൾ എന്താണ് ക്ലോറോഫിലിൻ്റെ ഫോർമേഷൻ ഡിസ്ട്രോയിഡ് ആയിക്കഴിഞ്ഞാൽ അത് ഫോട്ടോസിന്തസിസിനെ എഫക്റ്റ് ചെയ്യും. ദെൻ സൾഫർ ഡൈ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് കാരണം എന്ത് സംഭവിക്കും? ക്ലോറോഫിൽ കണ്ടന്റ് അവിടെ കുറയുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി കോസിങ് ദ ഡിസീസ് കാൾ ക്ലോറോസിസ്. അതുപോലെ തന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഉണ്ട് വെച്ചാലും പെർമനൻ്റ് ആയിട്ട് ലീഫ് ഫോൾ ഉണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് അതിൽ ലീവ്സ് വളരില്ല, അതങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ഓസോണിൻ്റെ പ്രസൻസ് ഉള്ളെങ്കിൽ നെക്രോസിസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസാണ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക. സോ ലീഫിൽ എന്താണ് ഡെഡ് ഏരിയാസ് ഉണ്ടായിരിക്കും. സോ ലീവ്സിന് ഡാമേജസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദെൻ മെറ്റീരിയൽസ് നോക്കുകയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മുടെ മാർബിൾസ് അതുപോലെയുള്ള മെറ്റീരിയൽസിലെല്ലാം എയർ പൊല്യൂഷൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം മെറ്റൽസ് ആവാം, കോൺക്രീറ്റ് മെറ്റീരിയൽസ് ആവാം, സിമെൻറ്റ് ആവാം, ഇതിലെല്ലാം എന്തൊക്കെ എഫക്ട്സ് ആണ് ഡ്യൂ ടു എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? എന്തൊക്കെ ഉണ്ടായിരിക്കും? കൊറോഷൻ ഉണ്ടായിരിക്കും അല്ലേ. മീൻസ് മെറ്റാലിക് സർഫസസ് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കൊറോഡ് ചെയ്ത് പോകും അല്ലേ, തുരുമ്പ് പിടിച്ചു പോകും. ദെൻ അബ്രേഷൻ ഉണ്ടായിരിക്കും, ഡെപ്പോസിഷൻ, കെമിക്കൽ അറ്റാക്ക് ഓൺ സർഫസസ്. ഇതിനുള്ള ബെസ്റ്റ് എന്തൊക്കെ കാരണമാണ്? ആസിഡ് റെയിനൊക്കെ കാരണം മെയിനായിട്ട് ഉണ്ടാകുന്നത് അല്ലേ. സോ എയർ പൊല്യൂട്ടൻസ് വെൻ റീച്ചസ് ദ എർത്ത് സർഫസ് ബൈ മീൻസ് ഓഫ് ആസിഡ് റെയിൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും. സോ ഈ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എയർ പൊല്യൂട്ടൻസ് എർത്ത് സർഫസിൽ ഏതെങ്കിലും മീൻസിൽ എത്തിയാലാണ് ഈ എഫക്ട്സ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഹ്യൂമൻസിനാണെങ്കിലും ആനിമൽസിനാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും എല്ലാം ഈ എഫക്ട്സ് ഉണ്ടാകുന്നത് എന്താ? വെൻ ദ എയർ പൊല്യൂട്ടൻസ് റീച്ചസ് ദ എർത്ത് സർഫസ് ബൈ എനി മീൻസ്. ഓക്കെ,
ദെൻ ക്ലൈമറ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി ലീഡിങ് ടു ദി ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലെ. അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ കൂടും. സോ ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഗ്ലോബൽ വാർമിംഗ്. സോ അത് കാരണം എന്തുണ്ടായിരിക്കും? പോളാർ ഏരിയാസിലൊക്കെ ഉള്ള ഗ്ലേസിയേഴ്സ് എല്ലാം മെൽറ്റ് ചെയ്യും. സോ വാട്ടറിന്റെ സീ ലെവൽ റൈസ് ചെയ്യും. സോ കോസ്റ്റൽ ഏരിയാസിലെല്ലാം ഫ്ലഡിങ് ഉണ്ടായിരിക്കും അല്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കും. ദെൻ റെയിൻഫോളിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യും. ദെൻ അഗ്രികൾച്ചറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന എഫക്ട്സ് ആണ് എയർ പൊല്യൂഷൻ കാരണം. അതുപോലെ തന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഓസോണിൽ എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്ട് കാരണം O3 എന്നുള്ള ഓസോൺ കൺവേർട്ടഡ് ആയിട്ട് O2+O എന്ന് പറഞ്ഞ കൺവേർഷൻ നടക്കും. ആ O എന്ന് പറയുന്നത് എന്താണ്? നേസന്റ് ഓക്സിജൻ ആണ്. സ്റ്റിൽ ആ നേസന്റ് ഓക്സിജൻ എഗെയിൻ ഓസോണിന് കൺവേർട്ട് ചെയ്തിട്ട് O2+O ആയി മാറും. അങ്ങനെ ഓസോണിലെ എന്താണ് ഓസോൺ ലെയറിന്റെ തിക്നെസ് കുറഞ്ഞ് അവിടെ എന്താണ് ഓസോൺ ഹോൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓസോൺ ഡിപ്ലീഷൻ. സോ ഈ ഓസോൺ ഡിപ്ലീഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷൻ കാരണം സണ്ണിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള UV റേസ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് എവിടെ എത്തുന്നുണ്ട്? ഇറ്റ് വിൽ ബി റീച്ചിങ് ദ എർത്ത്. സോ അത് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരുപാട് സ്കിൻ ഡിസീസസ്, അതുപോലെ തന്നെ സൺബേൺസ്, ദെൻ അതേപോലെ നമ്മുടെ എന്താ പറയുക RNA DNA അതുപോലെ ജനറ്റിക്കലായിട്ടുള്ള ഇതിലൊക്കെ ക്രോമസോംസിലെല്ലാം അത് എഫക്റ്റ് ചെയ്യും. ദെൻ പ്രോട്ടീൻ മോളിക്യൂൾസിനെല്ലാം ഇതൊരുപാട് ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും. ദെൻ ഹൗ വി ക്യാൻ കൺട്രോൾ എയർ പൊല്യൂഷൻ? എങ്ങനെയൊക്കെ നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? ദീസ് ഓൾ തിങ്സ് വിൽ ബി നോയിങ് അല്ലേ. നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. കൂടുതൽ ട്രീസിനെ നമുക്ക് പ്ലാന്റ് ചെയ്യാം. അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ നമ്പർ കുറയ്ക്കാം. ദെൻ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഫ്യൂവൽസിൻ്റെ യൂസേജ് കുറയ്ക്കാം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ അഡോപ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എയർ പൊല്യൂട്ടൻസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്, സൈക്ലോൺ ഫിൽറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ ഇൻഡസ്ട്രീസിലാണ് പ്ലേസ് ചെയ്യുക. സോ ഇൻഡസ്ട്രീസിന് നമ്മൾ ഡയറക്റ്റായിട്ട് എമിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ഈ എമിഷൻസ് ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിലായിട്ട് വിടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ആ എമിഷൻസിനെ ഇങ്ങനെയുള്ള എന്താണ് പ്രസിപ്പിറ്റേറ്റേഴ്സിലോട്ടോ ഫിൽറ്റേഴ്സിലോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് മാക്സിമം എയർ പൊല്യൂട്ടൻസും കൺട്രോൾ ചെയ്ത ശേഷം ആ എമിഷൻസിനെ പുറത്തോട്ട് വിടുക. ദെൻ റെസിഡൻഷ്യൽ ഏരിയാസിന് ഒരുപാട് ഫാർ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയാസ് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് റിമൂവ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം. ദെൻ മൾട്ടി സ്റ്റേജ് കമ്പഷൻ പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ എയർ പൊല്യൂട്ടൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓരോ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാണ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് കാർബൺ അല്ലെങ്കിൽ ചാർക്കോൾ, കമേഴ്ഷ്യൽ ആയിട്ടുള്ള സിയോലൈറ്റ്, പൾവറൈസ്ഡ് ലൈം സ്റ്റോൺസ്, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസസിനെ ആ പൊല്യൂട്ടൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം. അതിനുശേഷം ഈ ഗ്യാസസ് റിലീസ് ചെയ്യുക പുറത്തോട്ട്. ദെൻ അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിലുള്ള എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് നല്ല ഹൈറ്റുള്ള ചിമ്മിനീസ് പ്രൊവൈഡ് ചെയ്യുക. സോ അത്രയും റെസിഡൻഷ്യൽ ഏരിയാസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആവും. സോ ഇത്രയും കാര്യങ്ങളാണ് എയർ പൊല്യൂഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി വിൽ ബി മൂവിങ് ഓൺ ടു വാട്ടർ പൊല്യൂഷൻ. എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻ ഇതുപോലെയുള്ള വാട്ടർ ബോഡീസിലുള്ള ഉണ്ടാവുന്ന മേജർ കണ്ടാമിനേഷനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവൻ ഈ പൊല്യൂട്ടൻസ് എങ്ങനെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? കുറേ പൊല്യൂട്ടൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ പൊല്യൂട്ടൻസ് വാട്ടർ ബോഡീസിലോട്ട് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സോ ഈ പൊല്യൂട്ടൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ വാട്ടർ ബോഡീസിൽ ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് ഹാം ദ വാട്ടർ ബോഡി. ഇഫ് യു ആർ ഡിസ്ചാർജിങ് ദ പൊല്യൂട്ടൻസ് ഇൻ ടു ദ വാട്ടർ ബോഡീസ് by giving adequate treatment എന്തുണ്ടായിരിക്കില്ല, ഇറ്റ് വോണ്ട് ക്രിയേറ്റ് വാട്ടർ പൊല്യൂഷൻ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാതെ ഡയറക്റ്റായിട്ട് ഈ പൊല്യൂട്ടൻസ് എല്ലാം വാട്ടറിലോട്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിലാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ദെൻ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ഡൊമസ്റ്റിക് വേസ്റ്റ്, സീവേജ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ആസിഡ് റെയിൻ, ഓയിൽ ഇൻഡസ്ട്രി ആസ് വെൽ ആസ് അക്വാറ്റിക് പ്ലാന്റ്സ്. എന്താണ് ഡൊമസ്റ്റിക് ഈസ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹൗസ് ഹോൾഡിൽ നിന്നുള്ള വേസ്റ്റുകൾ വാട്ടർ ബോഡീസിലോട്ട് ഡയറക്റ്റായി ഡംപ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ.
Then similarly, sewage waste like ഓരോ ഫാക്ടറീസിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനോ ഡയറക്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്താണ് സീവേജ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അല്ലെ വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ. ദെൻ സോളിഡ് വേസ്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ ബ്ലോക്കേജ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും അല്ലെ വാട്ടർ ഫ്ലോനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യും. ആൻഡ് മെയിൻ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് പോളിത്തീനാണ്. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, റബ്ബർ, അതുപോലെ തന്നെ മെറ്റാലിക്, അലുമിനിയം വേസ്റ്റ്, ഇതെല്ലാം ഉണ്ടാകുന്ന ഇൻഡസ്ട്രീസ് നമ്മൾ എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് വാട്ടർ പൊല്യൂഷൻ. Then acid rain. Acid rain, it is the effect of actually എന്തിൻ്റെ എഫക്റ്റ് ആണത് എയർ പൊല്യൂഷൻ്റെ എഫക്റ്റ് ആണ്. പക്ഷേ when the acid rain reaches the earth surface, what happens? It will be destroying what agricultural fieldsനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് എഫക്ട്സ് അത് കാരണം ഉണ്ടാവുന്നുണ്ട്. So at last acid rain, where it will be reaching the nearby water bodies by means of runoff. Surface runoff കാരണം അത് തിരിച്ച് വാട്ടർ ബോഡീസിലോട്ട് എത്തും അല്ലേ. So it will be creating water pollution. Then oil industries എന്താണ് ഓയിൽ സ്പിൽസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ലീക്കേജ് ഓഫ് ഓയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ് ലാസ്റ്റ് വാട്ടർ പൊല്യൂഷൻ ആണ് കാരണമാവുന്നത്. Then aquatic plants like water hyacinth. എന്താ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞാൽ കുളവാഴയാണ്. സോ അത് ആക്ച്വലി കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ്. പക്ഷെ എന്ത് സംഭവിക്കും? ഇറ്റ് അബ്സോർബ്സ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫ്രം ദ വാട്ടർ. സോ ഇത് അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും വാട്ടർ ബോഡീസിൽ. സോ അതിലുള്ള ഓർഗാനിസംസിനൊന്നും ഡിസോൾവ്ഡ് ഓക്സിജൻ പോരാത്ത സിറ്റുവേഷൻ വരും. സോ ഇറ്റ് വിൽ ബി ലീഡിങ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദ വാട്ടർ ബോഡി. സോ അതിനെ നമുക്ക് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എസ് ടെറർ ഓഫ് ബംഗാൾ. കാരണം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഫേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അബൻഡൻസ് കാരണം ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ടെറർ ഓഫ് ബംഗാൾ. ദെൻ റിലീജിയസ് മീൻസ് ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് സീക്രട്ട് ഗംഗ അല്ലേ. സോ ഗംഗ റിവർ എന്താണ് നമ്മുടെ റിലീജിയസ് മീൻസിൻ്റെ ബേസിസിൽ ഡെഡ് ബോഡീസ് എല്ലാം ബേൺ ചെയ്തിട്ട് എന്തിലാണ് ഒഴുക്കുന്നത്? ഈ ഗംഗ റിവറിലാണ് ഒഴുക്കുന്നത് അവിടുത്തെ റിലീജിയസ് മീൻസിൻ്റെ ബേസിസിൽ. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറ്റ് ഈസ് പൊല്യൂട്ടിങ് ദ ഗംഗ റിവർ. സോ അത് കാരണം എന്താണ് ഒരുപാട് പൊല്യൂഷൻ അതിനെതിരായിട്ട് ഒരുപാട് ആക്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഗംഗ റിവർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ കോസിങ് വാട്ടർ പൊല്യൂഷൻ. Then we will be discussing about the effects of water pollution. എന്തൊക്കെ ഇഫക്ട്സ് ആണ് വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ലീഡിങ് ടു ദ ഡെത്ത് ഓഫ് അക്വാറ്റിക് ഓർഗാനിസംസ്. ഒരുപാട് അക്വാറ്റിക് ഓർഗാനിസംസ് ഡെഡായി പോകുന്നുണ്ട്. അതേപോലെ റിവേഴ്സ് എല്ലാം ഡസ്റ്റ്ബിനായി മാറുന്നുണ്ട് അല്ലെ. ഒരുപാട് സോളിഡ് വേസ്റ്റ് കാരണം അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റ് കാരണം റിവേഴ്സിൻ്റെ എസ്തറ്റിക് ബ്യൂട്ടി നഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ അതിൻ്റെ എന്തിൻ്റെ പർപ്പസസിനാണോ അത് സെർവ് ചെയ്യുന്നത് അതൊന്നും സെർവ് ചെയ്യാൻ പറ്റാതെ അത് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡസ്റ്റ്ബിൻ. Then shortage of drinking water. We all know rivers are all the sources of fresh water. So when it is getting polluted, what happens? We won't get enough amount of fresh water. Then increase in biochemical oxygen demand. What is this? എന്താ ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? ഡിസോൾവ്ഡ് ഓക്സിജൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസോൾവ്ഡ് ഓക്സിജൻ നമ്മുടെ വാട്ടറിൽ പ്രസന്റ് ആണല്ലേ. സോ വെൻ വി ആർ ഡിസ്ചാർജിങ് പെർമിസിബിൾ എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു ദ വാട്ടർ ബോഡീസ് എന്ത് സംഭവിക്കും? അത് അതിൻ്റെ എമൗണ്ട് പെർമിസിബിൾ ആണെങ്കിൽ ആ വാട്ടർ ബോഡീസിന് തന്നെ അത് ഡൈല്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ബട്ട് ദ എമൗണ്ട് ഓഫ് പൊല്യൂട്ടൻസ് ആർ എക്സീഡിങ് ദ പെർമിസിബിൾ ലിമിറ്റ്. എക്സീഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? it will be creating water pollution. A measure of dissolved oxygen ആ ഓർഗാനിക് മാറ്ററിനെ ഡിക്കമ്പോസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ വേണോ അതിനെയാണ് നമ്മൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ പൊല്യൂട്ടൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത്രയും കൂടുതൽ എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും വരുന്നുണ്ട്. സോ പ്യുവർ വാട്ടറിന് 1 ppm അതേസമയം പൊല്യൂട്ടഡ് വാട്ടർ വരുന്ന സമയം എന്താണോ ഗ്രേറ്റർ ദാൻ 5 ppm ഓഫ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആവശ്യമാണ്. Then how we will be preventing water pollution or what are the control measures of water pollution? എന്തൊക്കെയാണ്? ആവശ്യമില്ലാത്ത ടൈമിൽ ടാപ്പ് എല്ലാം ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ദെൻ പെസ്റ്റിസൈഡ്സിൻ്റെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഓവർ ഡോസേജ് കുറയ്ക്കുക. ദെൻ നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് നമ്മൾ ചുമ്മാ അങ്ങോട്ട് യൂസ് ആൻഡ് ത്രൂ ചെയ്യാതെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക.
ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക വേസ്റ്റിന്. പിന്നെ അതുപോലെ തന്നെ അവയർനെസ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലീനപ്പ് പോലെയുള്ള കാര്യങ്ങൾ ക്യാമ്പ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ റിവേഴ്സ് നമ്മളെന്താ ക്ലോത്ത്സ് വാഷ് ചെയ്യാനും ആനിമൽസിനെ മീൻസ് കുളിപ്പിക്കാനും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ദെൻ മാക്സിമം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഡാംസും എംബാങ്ക്മെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ റിവേഴ്സിനെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ ഡെഡ് ബോഡീസ്, പ്ലാസ്റ്റിക്സ് അതുപോലെയുള്ള നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലോട്ട് ഡിസ്ചാർജ് ചെയ്യാതിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ പൊല്യൂഷനെ കുറിച്ച് ഡീൽ ചെയ്യാനുള്ളത്.